ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ബേബി റിവീലിംഗ് ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആകെ രണ്ടാൾ മാത്രമേ ഈ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഞാനും കൂടി ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് എനിക്ക് രാവിലെ കിട്ടിയ ഒരു ഓർഡറാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് എനിക്ക് കൊടുക്കണം. അപ്പോൾ പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഓർഡർ എടുക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ത്രൂ കിട്ടിയതാണ്. അവളുടെ വെഡ്ഡിങ് ആയതുകൊണ്ട് അവൾക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ നീ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് കുട്ടിയുടെ പേരും ഫോട്ടോവും മാത്രം അയച്ചു തന്നിട്ട് ഇത് വേണമെന്ന് മാത്രം പറഞ്ഞതായിരുന്നു. പക്ഷേ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വല്ലാതെ എന്നെ കുഴപ്പിച്ചൊരു ഫ്രെയിം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എഡിറ്റിങ് പേരും കുട്ടിയുടെ പേരൊക്കെ ചേർത്ത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ ആ ഒരു തിരക്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നീട് ഞാൻ അപ്പോൾ അവരെ റിപ്ലൈ ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ അത് പോയി പ്രിൻ്റ് എടുത്തു. അപ്പോൾ 2 ഇഞ്ച് സൈസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ച് വലുപ്പത്തിൽ വേണമല്ലോ. അപ്പോൾ 2 സൈസും കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ 2 ഇഞ്ച് സൈസിൽ ആണ് പൊതുവേ ചെയ്ത് കൊടുക്കാറെന്ന് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സൈസിലാണ് എടുത്തത്. ദെൻ നമ്മൾ ആ ഒരു പ്രിൻ്റ് ഹേർഡ് ഷേപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹേർഡ് ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്ക്വയറിൽ ക്യാൻവാസിൽ അതിങ്ങനെ മെല്ലെ മെല്ലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഒറ്റയടിക്ക് പറിച്ചൊട്ടിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷെ ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ പറിച്ചൊട്ടിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ പറിച്ച് അതൊട്ടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ഇത് അത്രയും വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബബിൾസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ATM കാർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കാർഡ് വെച്ച് ഇതുപോലെ ഒന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെല്ലെ മെല്ലെയാണ് ഈ ഒരു പ്രോസസ്സ്. നല്ലോണം ക്ഷമിച്ച് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. എന്താ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഓരോ കുറച്ച് ഭാഗം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കാർഡ് വെച്ച് അതിൻ്റെ ബബിൾസ് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ആണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഒറ്റയടിക്ക് ഇത് ആദ്യമായി ചെയ്യുന്നവരെന്തായാലും ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് നമ്മളിത് പറിച്ച് ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ നല്ല പണി കിട്ടും. ബബിൾസൊക്കെ വന്നിട്ട് നമ്മുടെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിന് എന്തായാലും അത് കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഒട്ടിക്കുന്ന പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഈവനിങ്ങിന് കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കറക്റ്റ് എല്ലാം ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ഹേർഡ് ഷേപ്പിൽ കണ്ടോ കുറച്ച് ബബിൾസ് അതൊക്കെ റിമൂവ് ചെയ്യണം. ദെൻ ആ ഒരു ഹേർഡ് ഷേപ്പിൽ നൈഫ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല നോക്കി വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഒരു 2 സെൻറ്റിമീറ്റർ അളവിൽ ഇതുപോലെ ഒന്ന് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വീതിയാണ് 2 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഇങ്ങനെ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ കണ്ടോ ഇതുപോലെ അതിൻ്റെ സൈഡിൽ ബോർഡർ ഒട്ടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ക്യൂക്കാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒടിച്ച് ചെയ്യരുത്, ആദ്യം തന്നെ കർവാക്കി ചെയ്യരുത്. മെല്ലെ മെല്ലെ കുറച്ച് പാർട്ട് ആദ്യം ഇത്ര പാർട്ട് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങുന്നേരം വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ സെക്ഷനും മെല്ലെ മെല്ലെ കുറച്ചായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് കൊണ്ടുവരാം. അല്ലാന്ന് വെച്ചാൽ ആ ഒരു ഇത് പൊട്ടിപ്പോവും. പിന്നെ ചുറ്റും നമ്മളത് ഒട്ടിക്കരുത്. ലാസ്റ്റ് ആ അടിയിലൊരു പോർഷൻ ഉണ്ടോ അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അവിടെ നമ്മൾ പിന്നെ ക്ലോസ് ചെയ്യരുത്, ഈ ഒരു ഫോം ബോർഡ് വെച്ച് ക്ലോസ് ചെയ്യരുത്. ദെൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ അത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു പോക്കറ്റ് ഷീറ്റാണ്, ട്രാൻസ്പെറൻറ്റ് പോക്കറ്റ് ഷീറ്റാണ്, കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ സൈസ് അനുസരിച്ച് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് കട്ട് ചെയ്യുന്നില്ല, കാരണം ആ ഒരു ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ കാരണം ഇത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പോക്കറ്റ് ഷീറ്റില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലവ് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കണം. എന്നിട്ട് വേണം ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുള്ളും ഇതിൻ്റെ ചുറ്റുഭാഗവും ഇതുപോലെ തന്നെ എന്താക്കണം കട്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അപ്പോഴും അവരുടെ റിപ്ലൈ ഒന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ ഇതൊക്കെ ഓൾമോസ്റ്റ് എന്തായാലും ഈവനിങ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പിന്നെ ടൈമും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒട്ടിച്ചതിൻ്റെ ശേഷം ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അതിലേക്ക് നമ്മൾ ബബിൾസ് ഇങ്ങനെ ആ ഒരു തെർമോക്കോളിൻ്റെ ബബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കളർ ബബിൾസും വൈറ്റും ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ വൈറ്റ് ബബിൾസാണ് വാങ്ങിയത്, കാരണം കളർ ബബിൾസ് കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ ഉമ്മച്ചിയാണ്. ആ ഒരു കുറവൊക്കെ അതിൽ കാണാനുണ്ട്. എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തതെന്ന് അറിയില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ആ ഒരു ടൈമിൻ്റെ പരിമിതി കാരണം നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉമ്മാനെ തന്നെ സഹായത്തിന് വിളിച്ചു. അപ്പോൾ നമ്മൾ ബബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ശേഷം ആ ഒരു ഫോം ബോർഡിൻ്റെ ഒരു ചെറിയ പീസ്, അതെ സെയിം 2 സെൻറ്റിമീറ്റർ എടുത്തുള്ള ഒരു ചെറിയ ഇതുപോലത്തെ പീസ് എടുത്തിട്ട് ഇൻസുലേഷൻ ടാപ്പിന് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മൾ എന്താക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കാരണം ഇത് റിവീൽ ചെയ്യേണ്ട സമയത്ത് അവർക്ക് ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഹുക്ക് പോലെ ഒരു ത്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഹാങ് ചെയ്യാനാണെങ്കിൽ ഹാങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലെ ഒരു ത്രെഡ് ഫ്ലെക്സിഫ്യൂ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഫോം ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സെക്യൂറായി. പിന്നെ നമ്മളൊരു താങ്ക് യു കാർഡും വെച്ച് കൊടുത്ത്, അതുകൂടാതെ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് അവർക്ക് ഇനി ഒട്ടിക്കാനാണ് വേണ്ടതെങ്കിൽ ഒട്ടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഡബിൾ സൈഡ് ടാപ്പും വെച്ച് ഫൈനലൊക്കെ എടുത്ത് വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത്. ആ ഒരു സമയത്താണ് ഞാൻ അവരെ മെസ്സേജ് കണ്ടത്. അവരുടെ ഒരു തീം ഉണ്ടായിരുന്നു, മെറൂൺ കളർ തീമിൽ വേണം ചെയ്യണമെന്ന്. അപ്പോഴായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിർത്തി പോവാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുത്തല്ലേ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഒരു ബക്കറ്റ് എടുത്ത് അതിലെ ബബിൾസൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ നിറച്ച്, അപ്പോൾ തന്നെ ആ ഒരു ടൈം, കാരണം നമ്മുടെ അടുത്ത് ടൈം കുറവായിരുന്നു, ആ ഒരു ടൈമിൽ തന്നെ വേഗം ഇതൊക്കെ ചുറ്റും ഒട്ടിച്ച ഇൻസുലേഷൻ ടാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്യാൻ ഉമ്മനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കടയിലേക്ക് പോവുക ചെയ്തത്. കാരണം നമുക്ക് പ്രിൻ്റ് എടുക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അവരെ ഫോൺ ചെയ്ത് അവർ ഓക്കെ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം മാത്രം ഞാൻ രണ്ടാമത് പ്രിൻ്റ് എടുക്കാൻ പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് പറയുക, അവരെ ഒരു മെറൂൺ തീം അവർ ആദ്യമേ എന്നോട് പറഞ്ഞില്ല. അതായത് അവർ ആദ്യം ഓർഡർ കൊടുത്തരാണോ അവരോട് പറഞ്ഞില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ നമ്പർ ഞാൻ തന്നെ വാങ്ങിയിട്ട് അവർക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ഡിസൈൻ ഓക്കെ ആക്കിയതിന് ശേഷം, അവരുടെ ഒരു തീം ഉണ്ടല്ലോ മെറൂൺ തീം, ആ ഒരു തീം ഓക്കെ ആക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ പ്രിൻ്റ് എടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് ആ ഒരു 2 ഇഞ്ച് സൈസ് കിട്ടിയില്ല. കാരണം ഓൾമോസ്റ്റ് ടൈമൊക്കെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സൈസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ടൗണിൽ പോയിട്ട് വാങ്ങിയിട്ട് വരുമ്പോഴൊക്കെ തന്നെ ഇരുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് എടുക്കാൻ നിന്നില്ല. കാരണം പെട്ടെന്നൊന്ന് ചെയ്ത് തീർത്ത് അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാരണം അവർക്ക് അവരുടെ നൈറ്റ് ഫങ്ഷന് എന്നാണ് എന്നോട് പറഞ്ഞത്, എന്നെ ഏൽപ്പിച്ച ആൾ. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനും കാര്യത്തിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്കല്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ അവർ നമ്മളെ ഏൽപ്പിച്ച് തന്ന കാര്യം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാതെ എന്നാലും അവർക്ക് ആ ടൈമിന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അത്. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവർ പറഞ്ഞ ആ ഒരു സൈസിൻ്റെ കുറച്ച് ചെറിയ സൈസാണ് എനിക്ക് ആ പ്രിൻ്റ് കിട്ടിയത്. ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ വൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ കാരണം ആ ഒരു ടൈമിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കര മൂഡ് ഓഫായിരുന്നു. പിന്നെ ഞാൻ ബക്കറ്റിൽ നിറച്ച ആ ഒരു ബബിൾസ് തെർമോക്കോളിൻ്റെ ബോൾസ് വീണ്ടും അത് അതിൻ്റെ അകത്തേക്ക് നിറച്ചു കൊടുത്തു. ഈ ഒരു നിറച്ചു കൊടുക്കൽ നിങ്ങൾ വിചാരിക്കും നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നിറക്കാൻ, പക്ഷേ സത്യമായിട്ട് നല്ല രസമല്ല, നല്ല കഷ്ടപ്പാടായിരുന്നു. കാരണം ഇങ്ങനെ നിറച്ചു കൊടുക്കാൻ നല്ല പണിയുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് താഴേക്ക് പോകും. അപ്പോൾ ഈ തെർമോക്കോൾ പറഞ്ഞാൽ അറിയാലോ, തെർമോക്കോൾ കൊണ്ടുള്ള പരിപാടി പണ്ടേ എനിക്കിഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് വീട്ടിലാകെ അലമ്പാവും. അത് മാത്രമല്ല ഇത് അടിച്ചെടുക്കാനും വൃത്തിയാക്കാനും കുറച്ച് ബുദ്ധിമുട്ട് അധികമാണ്. പിന്നെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫുള്ള് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഒരു ഇൻസുലേഷൻ ടാപ്പിൽ ഒരു കഷ്ണം ഇത് വെച്ചിട്ട് അടിച്ചില്ലേ, അതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഫൈനൽ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തതിൻ്റെ ശേഷമാണ് അവരെന്നോട് പറയുന്നത് ഫങ്ഷൻ ഇന്നല്ല, പിന്നെ എപ്പോഴാണ് ഒരു ദിവസം കഴിഞ്ഞാണ് ഫങ്ഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ സൈസിൽ ആ ഒരു പ്രിൻ്റ് പോലും കിട്ടിയിട്ടില്ല, എന്നിട്ടും നിങ്ങൾക്ക് ഇന്ന് രാത്രി ഫങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്.
നിങ്ങൾ കുറച്ചും കൂടി ടൈം വന്നിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇത് റീഅറേഞ്ച് ചെയ്ത് തന്നേനേന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം ഈ ഒരു പ്രിൻറ്റിന് നല്ല പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചേഞ്ച് ചെയ്ത് കളിക്കുമ്പം നമുക്കതിൽ വലിയ ലാഭം കിട്ടും, ലാഭം പോയിട്ട് നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് അവരെനിക്ക് എക്സ്ട്രാ ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. കാരണം അവർ തന്ന ബഡ്ജറ്റിൽ ഇത് എന്തായാലും ആവില്ല, കാരണം പ്രിൻറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിയില്ല. അപ്പോൾ ഞാൻ ആ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് റിവീലിംഗ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവരെനിക്ക് ജസ്റ്റ് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.